ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ അടിപൊളി ഒരു ഗ്രീൻ പീസ് കറിയുടെ വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഈ ഗ്രീൻ പീസ് കറി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടി തലേന്ന് രാത്രി ഞാൻ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. രാവിലെ ആയപ്പോൾ നല്ല കുതിർന്ന് പൊങ്ങി വന്ന് അത് ഞാൻ നല്ല കഴുകി വൃത്തിയാക്കി അതിനകത്ത് 2 ക്യാരറ്റും അരിഞ്ഞിട്ട് നമ്മളത് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് കുക്കറിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാൻ കുക്കറിലാണ് ഇപ്പോൾ വൃത്തിയാക്കിയിട്ടിട്ടേക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് വെളുത്തുള്ളി 2-3 കൊച്ചുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയൊക്കെ നമുക്ക് ആവശ്യത്തിന് എടുക്കാം, എത്ര ചേർത്താലും ടേസ്റ്റാണ്. അപ്പോൾ അതിനകത്ത് ഗരം മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂണോളം 1 ടീസ്പൂൺ വേണ്ട 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. മുളക് പൊടി കുറച്ച് മതി കേട്ടോ, 1/2 1/4 എല്ലാം മതി. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇത്തിരി ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഇതിനകത്ത് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് അരച്ചിട്ട് വരാം. ഇവിടെ നല്ല വടികയും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തയ്യാറാക്കാം. അപ്പോൾ നേരത്തെ ഗ്രീൻ പീസും ക്യാരറ്റും എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും വെജിറ്റബിൾ വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ ഇത് 2 ആഡ് ചെയ്തിട്ടുള്ളൂ. കിഴങ്ങ് വേണമെങ്കിലും അതിൻ്റെ കൂടെ ചേർക്കാം, നല്ലൊരു കൊഴുപ്പൊക്കെ കിട്ടും കറിക്ക്. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊടികളൊന്നും ചേർക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി അരയ്ക്കാൻ നേരത്ത് ചേർത്തിട്ടുണ്ട്. പിന്നീട് വേണമെങ്കിൽ ഒരു മണത്തിന് വേണമെങ്കിൽ ഇത്തിരി ഗരം മസാലയോടെ ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ചെറിയ സവാള എടുത്തിട്ടുണ്ട്. അതൊന്ന് നീളത്തിലൊന്ന് അരിഞ്ഞത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വന്നപ്പോൾ അപ്പോൾ അതൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളക് കൂടെ നെടുക്കെ കീറിയത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് നല്ല ഒന്ന് ഇളക്കി കൊടുത്ത് ഇത് നല്ല ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തുക. ബെല്ലൈക്കൺ അമർത്തുന്ന സമയം തന്നെ ഓൺ എന്നുള്ളൊരു ഓപ്ഷൻ വരും. അതും കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ തുടർന്നിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടിപൊളി റെസിപ്പീസൊക്കെ വരും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നല്ല നല്ല ഫീഡ്ബാക്കുകൾ തരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രീൻ പീസ് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരുപാടങ്ങ് ബ്രൗൺ കളറൊന്നും ആവേണ്ട സവാള കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മുടെ അരപ്പും കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ച് ഒരുവിധം എണ്ണ തെളിഞ്ഞ് വരണം. അപ്പോൾ നമ്മുടെ കറി പാകമാകും. ഞാൻ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറി ഇതാണ് ഇവിടെ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഉടൻ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.